സി ജെ റോയുടെ മരണം, അതിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ, ഊഹാപോഹങ്ങൾ, കോൺസ്പിരസി തിയറീസ്. ഇതിനകത്ത് ആർക്കും അങ്ങോട്ട് ക്ലിയർ കട്ടായിട്ട് ഇതാണ് സംഭവിച്ചത് ഈ വ്യക്തിക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാനും കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ ഊഹാപോഹങ്ങളും എന്നിലേക്ക് വന്ന കുറേ ഇൻഫർമേഷൻസും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ ഇൻഫർമേഷൻസിൻ്റെ പേഴ്സ്പെക്റ്റീവുമാണ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നത്. ഞാനൊരു പുലർച്ചെയാണ് ആ വീഡിയോ ഇട്ടെ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ മുതൽ മീഡിയാസ് ഞാൻ എന്താണോ വീഡിയോയിൽ പറഞ്ഞ ആ സെയിം കാര്യങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ഈവൻ അതിലും കൂടുതൽ ഇൻഫർമേഷൻസ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മളെക്കാൾ കൂടുതൽ ന്യൂസ് സോഴ്സ് അവർക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് അവർ കുറേ അധികം കാര്യങ്ങൾ ഇപ്പോൾ ഈ 1-2 ദിവസത്തിനുള്ളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 20 പേജുള്ളൊരു ഡയറി, അതിൽ 9 പേജുള്ള നോട്ട്. ഓക്കെ, ആ നോട്ടിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സി ജെ റോയുടെ മരണം സംഭവിക്കുന്നതിൻ്റെ 2 ദിവസങ്ങൾ മുമ്പായിട്ട്, അതായത് 28, 29 തീയതികളിലായിട്ട്, അതായത് ഒരു ബുധനും വ്യാഴവും, ഓക്കെ, ജാനുവരി 28th and 29th, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ, ഈ വ്യക്തി ജയനഗറിലുള്ള ഒരു വളരെ അല്ലെങ്കിൽ പ്രമുഖൻ എന്നുള്ളത് നിങ്ങൾ കൂട്ടിക്കോ, വളരെ പ്രമുഖ അല്ലെങ്കിൽ പ്രമുഖനായിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ബ്രേക്ക് ആയിരിക്കും ഇഫ് SITക്ക് അത് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലും ആ സൈക്യാട്രിസ്റ്റിനെയും അവരെ കൃത്യമായിട്ട് അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്താൽ സി ജെ റോയ് കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ എന്താണെങ്കിലും ബാംഗ്ലൂർ വന്ന് അവരെ നേരിട്ട് കണ്ടു എന്നുള്ളതിനേക്കാൾ ഉപരി മേ ബി അവരുടെ ഫോണിലൂടെയോ ഒക്കെ ആയിട്ട് പല സെഷൻസ് അയാൾ അറ്റൻഡ് ചെയ്ത് കാണും. അതിലൊക്കെ ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രഷറിനെ കുറിച്ച് എന്താണെങ്കിലും ആ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് കാണും, ആ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എന്തായാലും സംസാരിച്ച് കാണും. അപ്പോൾ ആ സൈക്യാട്രിസ്റ്റിൻ്റെ ഇൻഫർമേഷൻസ് ഭയങ്കര വാല്യുബിളാണ്. സൈക്യാട്രിക് സെൻട്രൽ ഈ പറഞ്ഞ സി ജെ റോയ് ചെന്നതിൻ്റെ വിഷ്വൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആൻഡ് ഇവർ ഏത് സൈക്യാട്രിസ്റ്റിനെയാണോ കണ്ടത്, ആ സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി കാണുമല്ലോ, ഒരു പേഷ്യൻറ്റിനെ കുറിച്ചുള്ളൊരു ഹിസ്റ്ററി, ആ ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ ഒരു സൈക്യാട്രിക് സെൻറ്ററിലേക്ക് ഈ വ്യക്തി ആദ്യമായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ആ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ഈ വ്യക്തി കുറച്ച് കാലമായിട്ട് കൺസൾട്ടേഷനിലുണ്ടാവും. ഇതൊരു ഭയങ്കര വൈറ്റൽ സാധനമാണ്. ബിക്കോസ് ഞാൻ ഇതെങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കുറച്ച് കാലമായിട്ട് എല്ലാവരും ഈ ഒരു മരണ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ ഈ കുറച്ച് അടുത്തായിട്ട് എല്ലാവരും പറയുന്നത് ഇദ്ദേഹത്തിന് മാനസികമായ സംഘർഷമില്ല, ഒരു മാനസിക സംഘർഷമില്ല, ഹീ ഈസ് ലൈക്ക് വെരി ഹാപ്പി സോൾ. അങ്ങനെ ഇരുന്ന മനുഷ്യൻ എങ്ങനെ പോയി എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്ത് വെച്ച് പറഞ്ഞത്, അല്ല, ഇയാൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത പരിപാടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മാനസികമായിട്ട് വളരെയധികം ഒരു സ്ട്രഗിളിലൂടെ പോകുന്നൊരു വ്യക്തി, അയാൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു സൈക്യാട്രിക് അസിസ്റ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് കിട്ടാതിരിക്കില്ലല്ലോ. സോ ദാറ്റ്സ് എ വെരി വൈറ്റൽ തിങ്. അതെന്താണെങ്കിലും SIT അന്വേഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ് ഇന്ത്യ UAE കർശനമായിട്ട് നടന്ന ഒരു കരാറുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇത് UAEയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ഫണ്ടിൻ്റെ സോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആക്കണം എന്നുള്ള കരാറ് ഇന്ത്യ UAE തമ്മിലുണ്ട്. അത് വളരെ വളരെ കർശനമായിട്ട് ഈ അടുത്ത കാലത്ത് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്തു, ഇന്ത്യ ആൻഡ് UAE ഗവൺമെൻറ്. അവിടെയാണ് സി ജെ റോയ്ക്ക് താളം തെറ്റിയത്. ആൻഡ് അഗെയിൻ ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഫസ്റ്റ് വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറോ ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു വലിയ കോൺസെപ്റ്റാണ് ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. സീറോ ഡെപ്ത് എന്ന് പറയുന്നത് തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള ഒരു തരം മാനിപ്പുലേഷനാണ് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഈ പറഞ്ഞ സി ജെ റോയ്ക്ക് എവിടുന്നും ലോണില്ല, ആരിൽ നിന്നും കടം വാങ്ങിയിട്ടില്ല. എല്ലാ പ്രോപ്പർട്ടിയും ബിൽഡ് ചെയ്ത് വിൽക്കുന്നത് അവരുടെ സ്വന്തം ലാൻഡ്, സ്വന്തം പ്രോപ്പർട്ടി. അവർ ബിൽഡ് ചെയ്യുന്ന ഓരോ ഡ്രീമും അവരുടെ കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്നത് അവരൊരു കടവും ഇല്ലാതെയാണ് അത് ഡെലിവർ ചെയ്യുന്നത്. അതൊരു ഡ്രീമാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ്, സീറോ ഡെപ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ
നമ്മുടെ പ്രെഡിസിസേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള പൈസ ഉണ്ടാക്കി വെച്ചു. അത്രയും ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരാൾക്കാണ് സീറോ ഡെപ്തിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. വെരി അൺഫോർച്ചുനേറ്റ്ലി ഈ സി ജെ റോയ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ സി ജെ റോയുടെ അമ്മ ഒരു മറ്റേ 30-40 സൈറ്റ് എടുത്ത് അതിനകത്തൊരു വീടുണ്ടാക്കി അത് മറച്ച് വിറ്റ് അതിന് കാശുണ്ടാക്കി ആ അമ്മയുടെ ഫിനാൻസ് നോക്കിയിരുന്നത് 12-ാം വയസ്സിൽ സി ജെ റോയ് ആണെന്നൊക്കെ പറയുമ്പോൾ ദാറ്റ്സ് ബ്ലണ്ടർ. സി ജെ റോയുടെ അച്ഛനും അമ്മയും എൻ്റെ അറിവിൽ ബേക്കറി ബിസിനസ് ആയിരുന്നു അവർക്ക്. 3 ബ്രദേഴ്സാണ് സി ജെ റോയ്ക്കുള്ളത്. അതിൽ ഒരാളെ നമ്മൾ കണ്ടു സി ജെ റോയുടെ മരണസമയത്ത് വന്നിരുന്നത്. ഇനി ഒരാളുണ്ട്. ആ ഒരാൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ബേക്കറി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഇവരുടെ ഈ ബിസിനസ്സിക്കോ പരിപാടികൾക്കോ ഒന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ ഇവരുടെ അച്ഛനും അമ്മയ്ക്കും ബേക്കറി ബിസിനസ്സാണ്. അല്ലാതെ സ്വർണ്ണ സ്പൂണ് വായിൽ വെച്ച് അല്ലെങ്കിൽ അച്ഛനപ്പൂപ്പന്മാരെ കാലത്ത് കുറേ പൈസ ഉണ്ടാക്കി വന്ന ടീം അങ്ങനെ കണ്ട് സീറോ ഡെപ്ത് എന്നൊരു 100 കോടി 200 കോടിയുടെ ബിസിനസ് പടുത്തുയർത്തുക, ദാറ്റ്സ് ഇമ്പോസിബിൾ. നടക്കുന്ന പരിപാടി. അവിടെയാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഫണ്ട് ഇയാൾ പറ്റിച്ച് വാങ്ങി അടിച്ചു മാറ്റിയതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്പൂതിരിയുടെയും ഫാമിലിയുടെയും ഒക്കെ ഫോട്ടോ വരാൻ തുടങ്ങി. അവർ കൂടുതൽ വിസിബിലിറ്റിയിലേക്ക് വരാൻ തുടങ്ങി സി ജെ റോയുടെ മരണത്തിന് ശേഷം. സോ ദെയർ ആർ ലോട്ട് ഓഫ് എന്താ പറയുക ഡോട്ട്സ് ടു കണക്ട് എന്നാണ് ഈ ഒരു സി ജെ റോയുടെ മരണമായിട്ട്. അപ്പോൾ നമുക്ക് ന്യൂസുകളിലൂടെ തന്നെ പോയി നോക്കാം. മറുനാടൻ ബ്രേക്ക് ചെയ്ത ന്യൂസ് ഞാനിവിടെ ആദ്യം പ്ലേ ചെയ്യാം. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര കരാർ അത് 2018 നിലവിൽ വന്നതാണ്. 2025 അത് ശക്തമാക്കാൻ UAE തീരുമാനിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, UAE അറിഞ്ഞോ അറിയാതെയോ കള്ളപ്പണത്തിന്റെ പറുദീസയായി മാറുന്നു. ലോകത്ത് ആർക്കും UAEയിൽ പണം എത്തിച്ചാൽ ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ അതിന്റെ സോഴ്സ് തേടുകയില്ല, ചോദിക്കുകയില്ല. പലപ്പോഴും ഹവാല ഇടപാടുകളുടെ കേന്ദ്രമായി മാറുന്നത് അങ്ങനെയാണ്. ഇവിടെ കൈക്കൂലി കിട്ടുന്ന പണം പോലും എങ്ങനെയെങ്കിലും UAEയിൽ എത്തിച്ചാൽ അവിടെ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ അത് ഒറിജിനൽ പണമാവും. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. UAEയിൽ പോയി ബാങ്കിലിട്ട് വെളുപ്പിച്ചതിന് ശേഷം NRI അക്കൗണ്ട് വഴി നാട്ടിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും അവരുടെ മക്കളെയും ബന്ധുക്കളെയും വിദേശത്ത് പാർപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് UAEയിൽ ജോലിക്ക് വിടുന്നത് അല്ലെങ്കിൽ UAEയിൽ കച്ചവടക്കാരെന്ന് പറയുന്നത്. നമ്മുടെ പല CPM നേതാക്കളുടെയും മക്കൾ ഒരു പണിയുമില്ലാതെ തേരാപ്പാര നടക്കുകയും സാങ്കേതികമായി NRIകളായി UAEയിലെ കച്ചവടക്കാരെ മാറുകയും ചെയ്യുന്നതിന്റെ കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ്. കേരളത്തിൽ നിന്നുള്ള മലയാളികൾ അടക്കമുള്ള പലരും UAE വഴി മറ്റു ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും പണം കൊണ്ടുപോകാറുണ്ട്. ഇതിനൊക്കെ കാരണമാകുന്നത് UAEയുടെ വളരെ ഉദാരമായ സാമ്പത്തിക സമീപനമാണ്. നമ്മുടെ നാട്ടിലെ ബാങ്കിൽ 20,000 രൂപയിൽ കൂടുതൽ കൊണ്ടുപോയാൽ അതിന്റെ ഉറവിടം വെളിപ്പെടുത്തണം, പാൻ നമ്പർ കൊടുക്കണം. എന്നാൽ UAEയിൽ അങ്ങനെയല്ല. എത്ര പണം വേണമെങ്കിലും UAEയിൽ കൊണ്ടു കൊടുത്താൽ അവർ ബാങ്കിലേക്ക് ഇട്ട് തരും. ആ രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചെന്നും ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി ആരവിടെ നിക്ഷേപം നടത്തിയാലും അതിന്റെ ഉറവിടം ചോദിക്കാൻ തുടങ്ങി എന്നുമാണ് റിപ്പോർട്ടുകൾ. അതനുസരിച്ചുള്ള ബലപ്പെടുത്തലുകൾ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോയി അവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന പലതും, ഈ റോയിയുടെ വലിയ നിക്ഷേപം UAEയിലാണ്. UAEയിൽ റോയി നിക്ഷേപിച്ചപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ തന്റെ ബിസിനസിന്റെ ലാഭമെന്നാണ്. എന്നാൽ ആ ബിസിനസിന്റെ ലാഭത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ UAE അന്വേഷിക്കാൻ തുടങ്ങിയെന്നും അത് കള്ളപ്പണ ഇടപാടായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റോയിക്ക് UAEയിൽ ജയിലിൽ പോവേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. എനിക്ക് ഇത്രയും കോൺസ്പിറസീസ് ഈ റോയിയുടെ മരണവാർത്തയായിട്ട് ചുറ്റിപ്പറ്റി കേട്ടിട്ട് എനിക്ക് വളരെ വാലിഡ് ആയിട്ട് തോന്നുന്നൊരു ഒറ്റൊരു സംഗതി ഇതാണ്. UAE ഇന്ത്യ ഈ കള്ളപ്പണം പിടിക്കുന്ന ഈ പരിപാടി ആക്ച്വലി ഇത് ഭയങ്കര മീനിങ് ഉള്ള ഒരു സാധനമാണ്. ഈ റോയിയുടെ മരണമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നവംബർ ഡിസംബർ ടൈമിൽ ഈ വ്യക്തി ഭയങ്കര ഒരു വലിയ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നു, സി ജെ റോയ്. ആ പാർട്ടിയിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള സിനിമാക്കാർ, അതേപോലെ രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, അങ്ങനെ കുറേ പല പല സൊസൈറ്റിയുടെ പല തലങ്ങളിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലും അല്ലാതെയും നിൽക്കുന്ന പണമുള്ള ആളുകൾ ഭയങ്കരമായിട്ട് പങ്കെടുത്ത പാർട്ടീസാണ് ഇതൊക്കെ. വൈ ഹി ത്രോ പാർട്ടീസ്? ഒരു ചോദ്യമുണ്ട്. വൈ സി ജെ റോയ് ത്രോ പാർട്ടീസ്? അത് ആ പാർട്ടി ത്രോ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനാണ്. വൈ ഹി പോർട്രേറ്റ് ദിസ് ലൈഫ് സ്റ്റൈൽ? വേറൊരു ചോദ്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഇത്രയും ആഡംബരമുള്ള ഒരു ലൈഫ് ഇയാൾ പോർട്രേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി? എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും PR ചെയ്ത് ഈ ഫെയിമിലേക്ക് എത്തിയത്? സീറോ ഡെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവർ എന്തുകൊണ്ട് ഇത്രയും പുഷ് ചെയ്തു? ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന്, കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇവിടുത്തെ ഹൈ പ്രൊഫൈൽഡ് ബിഗ് ഷോട്ട്സിനെ തെരഞ്ഞു പിടിച്ചെടുക്കാനുള്ള
ഇവരുടെ ബൈറ്റ്സ് ആയിരുന്നു. മീൻ പിടിക്കാൻ ഇട്ട് കൊടുക്കുന്ന ഫിഷിംഗ് ബൈറ്റ് പോലത്തെ അങ്ങനത്തെ ഐറ്റം, ഇര പിടിക്കാൻ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളായിരുന്നു. അതിൽ കൊത്തിയ ഇഷ്ടം പോലെ ബിഗ് ഷോട്ട്സ് ഉണ്ട്. സിനിമാക്കാരുണ്ടാവാം, രാഷ്ട്രീയക്കാരുണ്ടാവാം, മതനേതാക്കന്മാരുണ്ടാവാം, ലാൻഡ് ലോഡ്സ് ഉണ്ടാവാം, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇവിടെ ഇന്ത്യ കരാർ കർശനമാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? CJ റോയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വന്നതാന്ന് പറയും സോഴ്സ്, ഇന്ത്യയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ UAEയിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് പറയും സോഴ്സ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള കരാർ ഡൈറ്റ് ആയപ്പോൾ സംഗതികൾ പൊളിയാൻ തുടങ്ങി. ഈ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെ, ഈ പണം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പല പല പ്രമുഖരെയും ഈ CJ റോയ്ക്ക് പേര് പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരും. അവിടെയാണ് CJ റോയിൻ്റെ 9 പേജുള്ള ഡയറി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അടുത്ത വൃത്തങ്ങളിൽ നിന്നറിയാൻ കഴിഞ്ഞത് CJ റോയുടെ 9 പേജുള്ള ഡയറിയിൽ 2-3 പ്രമുഖരുടെ പേരുണ്ട് പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള. ആൻഡ് CJ റോയുടെ ബ്രദറിനെ എന്താണെങ്കിലും SIT 1 അല്ല 2 അല്ല 3-4 വട്ടം ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം CJ റോയുടെ ബ്രദറിന് അയക്കുന്ന മെസ്സേജ്, ഐ ആം ട്രാപ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് മുതൽ അങ്ങോട്ട് വളരെ വ്യക്തമായിട്ട് CJ റോയുടെ ബ്രദറിന് ഈ മനുഷ്യൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അറിയാമായിരിക്കണം. മനസ്സിലായോ? ഇവർ ഈ ഒരു IT റെയ്ഡ് വന്നതുകൊണ്ടും IT റെയ്ഡിൻ്റെ സമയത്ത് ഇങ്ങനെ നടന്നതുകൊണ്ടും CJ റോയുടെ ബ്രദർ അടക്കം ഫാമിലിയെ ആ രീതിയിൽ ഇത് IT റെയ്ഡിൽ സംഭവിച്ചു, അത് ആ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെക്കുക എന്നുള്ള രീതിയിൽ ഒരു മാനിപ്പുലേറ്റഡ് നറേറ്റീവ് കൊണ്ടുവന്നു. പക്ഷെ അത് പൊളിഞ്ഞു, കൃത്യമായിട്ട് പൊളിഞ്ഞു. അതേപോലെ വെരി ഇമ്പോർട്ടൻറ്റ്, CJ റോയ് സ്വന്തം നെഞ്ചത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിച്ച ആ പിസ്റ്റൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ബെൽജിയം നിർമ്മിതമായ 6.35 mm ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റലാണത്. ഈ സാധനം എവിടുന്ന് CJ റോയ്ക്ക് ലഭിച്ചു? ഞാൻ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ മോഡൽ, സൗണ്ട് ഡാമ്പിംഗ് അടക്കമുള്ള ഈ പെർട്ടിക്കുലർ മോഡൽ, ഓക്കെ, 6.35 mm ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റൽ, ബെൽജിയം മെയ്ഡ്, ഇതെവിടെ നിന്ന് CJ റോയുടെ അടുത്തെത്തി? ഇതിൻ്റെ ഉറവിടം എവിടെ? ഇത് ആര് കൊടുത്തു? എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു? എങ്ങനെ കിട്ടി? എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പിന്നിലാവും പിന്നെ അങ്ങോട്ട് സ്ലോവേക്യ മുതൽ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വരിക. മനസ്സിലായോ? അത് വേറൊരു സൈഡ്. അതിനിപ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് കൃത്യമായ സോഴ്സുകൾ വന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനോരമയിൽ വന്ന ന്യൂസ് ക്ലിപ്പ്, മറ്റേ റൈറ്റപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട്, ഇന്ത്യ UAE കരാർ കർശനമാക്കിയത് പരിശോധന കടുപ്പിച്ചു, കോൺഫിഡൻറ്റ് ഗ്രൂപ്പും വിഷമതകൾ നേരിട്ടു. ഓക്കെ, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ എന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് UAEയിലേക്ക് ഒരു 2018 മുതൽ കയറി തുടങ്ങിയിട്ടുണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്. അതിന് മുമ്പേ അവരുടെ തുടക്കകാലത്തെ ഉണ്ട്. ബട്ട് ആ ഒരു പ്രളയം ആ ഒരു ടൈമിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ തന്നെ എസ്പെഷ്യലി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ കുറവേ കാണുള്ളൂ. കേരളത്തിൽ തന്നെ വന്നു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ കുറവ് പ്രൊജക്ട്സേ കാണുന്നുണ്ടാവുള്ളൂ. അപ്കമിങ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കുറേ അവരുടെ അനൗൺസ്മെൻറ്റ്സ് കാണാൻ കേൾക്കാം. പിന്നെ റിയാലിറ്റി ഷോയുടെ പ്രൈസ് മണി ഫണ്ടിങ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് ഇന്ത്യയിൽ അവർ ഈ അടുത്ത കാലത്തൊന്നും നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. അവർ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് ആണ്, എസ്പെഷ്യലി UAE ആണ്. UAEയിൽ ഇവിടെ നിന്നുള്ള കള്ളപ്പണം UAEയിൽ കൊണ്ടുപോയി ഇതേപോലെ പരിപാടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അത് കറുപ്പ് വെളുപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോയതാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത്. ഞാൻ ഇവിടെ CJ റോയുടെ ഒരു 2026 അപ്കമിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഇട്ടൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. We are here today to discuss something big. It's a big project. It's called Confident Star Project. This is Mr. Vatsal, a big entrepreneur himself. We have Ronnie, a big European banker. He does a lot of big banking. We have Sandeep, a big guy in the Indian stock market. So we are putting together something for Confident, and we will be announcing that soon. And that will be a big news. So friends, have a beautiful time with your family and await for the great new year that's coming in a month's time. And why I say that is that this announcement will be 2026 and it's going to be really big. Take care friends, have an amazing time, amazing day and amazing family time. Bye-bye.
2026 സംതിങ് കമ്മിങ് വെരി ബിഗ് എന്ന് പറഞ്ഞ് ഒപ്പം നിൽക്കുന്ന ആൾക്കാർ വെരി ബിഗ് ഓൺട്രപ്രണർ, ബിഗ് ബാങ്കർ, പിന്നെ ഒരു ബിഗ് വേറൊരാൾ. ഇതാണ് ഇങ്ങേരുടെ എന്താ പറയുക, ആളുകളെ ആകർഷിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ വ്യക്തി സീറോ ഡെപ്ത് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇംപ്ലിമെൻ്റ് ചെയ്തതും അതിലൂടെ ആളുകളെ ആകർഷിച്ചതും. അതായത് കടമില്ല, ഒരു ബിസിനസ്സിനകത്ത് കടമില്ല. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ലോണിലല്ല ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ലോണിലേക്ക് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. കടമില്ലാത്തൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോയി പൈസ ഇടാൻ ആളുകൾക്ക് ത്വര കൂടും. മനസ്സിലായോ? എസ്പെഷ്യലി ഈ ബ്ലാക്ക് വൈറ്റ് ആക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക്, അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ സീറോ ഡെപ്ത് കോൺസെപ്റ്റിലാണ്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഓൺ ക്യാപിറ്റൽ ഇല്ലാതെ, ഇനി ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഗതി ഒരു പക്ഷേ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ നിന്ന് അവരെ പറ്റിച്ചു കൊണ്ടുവന്ന ആ ഒരു ക്യാപിറ്റൽ, അവിടെ നിന്ന് അവരെ പറ്റിച്ചതിൻ്റെ കഥ വേറൊരു കഥ ഉണ്ട് കേട്ടോ അതിനകത്ത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ എങ്ങനെയാണ് ഇയാൾ തുരപ്പം വെച്ചതെന്നുള്ളതിൻ്റെ ഒരു ചോദ്യം വരുമ്പോൾ, ലെറ്റ്സേ ഇപ്പോൾ സർജാപൂരിയോ അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡിലോ എവിടെയെങ്കിലുമൊക്കെ ബലന്തൂരോ ഒക്കെ പണ്ട് ഇവർ ക്രിസ്റ്റൽ ഗ്രൂപ്പ് സ്ഥലം എടുക്കുമ്പോൾ ആ സ്ഥലം എടുക്കുന്ന പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ CJ റോയ് ആയിരുന്നു ഇത്രേ. അപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലം ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി നോക്കുമ്പോൾ ആ 5 ഏക്കർ സ്ഥലം അവിടത്തേക്ക് പണ്ടത്തെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ പച്ച പാവങ്ങളോ, അവർക്ക് ഒരു ഭാഷയോ നാടോ അറിയാത്ത ആൾക്കാരായിരുന്നു അവരൊക്കെ. നാടോടികളായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പാവപ്പെട്ട കന്നടക്കാരുടെ അടുത്തുനിന്ന് ഒരു 5 ഏക്കർ സ്ഥലം ചുളു പൈസയ്ക്ക് വാങ്ങുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് ആദ്യമേ നമ്പൂതിരി എന്ത് ചെയ്യും, ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യും ഇയാളെ വിശ്വസിച്ചിട്ട്. ഇപ്പോൾ ലെറ്റ്സേ ഒരു 50 ലക്ഷം, അന്നത്തെ ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ഇയാൾക്കണ്ട് അലോക്കേറ്റ് ചെയ്യും. അത്രയൊന്നും സ്ഥലത്തിനുള്ളൂ അവിടെയൊക്കെ. അപ്പോൾ ഒരു 5 ഏക്കർ എടുക്കണം, ഒരു 5 ലക്ഷം കൊണ്ട് അലോക്കേറ്റ് ചെയ്യും, 25 ലക്ഷം ഒക്കെ അലോക്കേറ്റ് ചെയ്യും. ഈ പൈസ മേടിച്ചിട്ട് നമ്പൂരി ഈ പൈസയിൽ എന്ത് ബാക്കി വന്നൊന്നുമില്ല, കൂടാൻ പാടില്ല എന്ന് മാത്രമേ നമ്പൂതിരിക്കുള്ളൂ. അയാൾ അലോ ചെയ്ത പൈസയുടെ ഇത്ര പൈസയിൽ നിന്ന് സ്ഥലം എടുക്കുമ്പോൾ അതിൽ കൂടാൻ പാടില്ല, കുറവാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല, അയാൾ മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെ സ്ഥലം എടുക്കുന്ന പ്രൊസീജിയറിനകത്ത് കള്ളത്തരം കാണിച്ചാണ് CJ റോയ്. അതായത് ഇത് വ്യക്തമായിട്ട് ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയാം. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പ്രൊജക്ട്സ് പൊങ്ങിയ എല്ലാ പ്രൊജക്ട്സിനും, വില്ല പ്രൊജക്റ്റ് ആണെങ്കിലും ഫ്ലാറ്റിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ദ വെരി നെക്സ്റ്റ് ആയിട്ട് അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ കോൺഫിഡൻറ്റിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഏക്കർ എടുക്കാൻ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ നമ്പൂതിരി 25 ലക്ഷം CJ റോയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 25 ലക്ഷം രൂപയ്ക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് എത്തുന്നത് 3 ഏക്കർ സ്ഥലമായിരിക്കും. 2 ഏക്കർ സ്ഥലം ബിനാമി പേരിൽ ഇയാൾക്ക് മേടിച്ചിടും. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പോകുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ കയ്യിൽ അങ്ങനെ മേടിച്ചതിൽ 1, 2, 3 ഒക്കെ ആയിട്ട് കുറേ ഏക്കർ ലാൻഡ്സ് കിട്ടി. അതൊക്കെ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റിൻ്റെ അടുത്ത് തന്നെ, കാരണം ഒരേ പ്രോപ്പർട്ടിയിൽ നിന്നാണല്ലോ വെട്ടിയും പിടിച്ചും പോണത്. അങ്ങനെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എവിടെയൊക്കെ പൊന്തിയോ അവിടെയൊക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും പൊന്താൻ തുടങ്ങി. അങ്ങനത്തെ ഒക്കെ കുറേ സംഗതികൾ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫണ്ട് ഇട്ടവരിൽ പ്രമുഖരായിട്ടുള്ള സിനിമാക്കാരുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. പല പ്രമുഖരുടെയും പേര് ഇതിനകത്ത് വരാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. അത് മലയാള സിനിമയിലെ വലിയ പേരുകൾ മാത്രം ആവാൻ വഴിയില്ല, ഹിന്ദിയും തമിഴും എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വലിയ പേരുകളും ഇതിനകത്ത് വന്നു പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈ CJ റോയ് എന്ന് പറഞ്ഞ വ്യക്തി കൊടുക്കുന്ന ഒരു അഷ്വറൻസ് എന്താ, സീറോ ഡെപ്ത്. ഈ ബിസിനസ്സിൽ ബാങ്ക് ലോൺ ഇല്ല, ഈ ബിസിനസ്സിൽ കടമില്ല, ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. പിന്നെ ഇയാളുടെ ലൈഫ് സ്റ്റൈലും ഇയാളുടെ പ്രൊജക്ട്സ് ഇങ്ങനെ അനൗൺസ് ചെയ്യല്ലേ, പേപ്പറിൽ മറ്റേ സർക്കാർ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്ന അതിന് മൂപ്പരങ്ങനെ അനൗൺസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യതയ്ക്കും കൂടി വേണ്ടിയിട്ടായിരിക്കണം ഇദ്ദേഹം പാർട്ടിയും കാര്യങ്ങളൊക്കെ ത്രോ ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നതും. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, UAEയിലാണ് സീനുകൾ എന്നുണ്ടെങ്കിൽ, UAE ബേസ്ഡ് ആയിട്ടാണ് വിഷയങ്ങൾ എന്നുണ്ടെങ്കിൽ, UAEയിൽ നിന്നാണ് ലോക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി CJ റോയ് അല്ല അതിൽ കൊടുക്കാൻ പോകുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അവിടുത്തെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ളത് ഡോൺ കാസിനോവ, ഈ പറഞ്ഞ CJ റോയുടെ മകൻ. അതെ ഫോക്കസ് ആയിട്ട് ഇതിന്റെ ബാക്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലാണ് കോൺഫിഡന്റ് ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അത് ഞങ്ങളൊരു 11 മാസം കൊണ്ട് തീർത്തതാണ് ലോഞ്ച്. അപ്പൊ ഇതിന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഇതിന്റെ പേരാണ് കോൺഫിഡന്റ് പ്രസ്റ്റൺ. ഇതൊരു 16 months കൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. രോഹിത് ആണ് ദുബായിലത്തെ MD, പുള്ളിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ ഇതും ഞങ്ങളുടെ സ്വന്തം ലാൻഡാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സീറോ ഡെറ്റ് കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏത് പ്രോജക്റ്റ് ചെയ്താലും സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അടൂർ, അതൊരു അടൂർ റൈറ്റ്, കോൺഫിഡൻറ്റ് അടൂർ, അതൊരു 20 ഫ്ലോർ പ്രോജക്റ്റാണ്. ഹൗ മെനി യൂണിറ്റ്സ് ഉണ്ട്? 160 യൂണിറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇനിയൊരു പ്രോജക്റ്റും കൂടി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാ ലിവാൻ എന്ന് പറഞ്ഞത്, ഇത് സിറ്റിക്ക് ഭയങ്കര അടുത്തൊരു സ്ഥലമാണ്, ഫുള്ളി ഫ്രീ ഹോൾഡ് ആണ്. എല്ലാ കേട്ടല്ലോ. അപ്പം UAE ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇവരുടെ ബിസിനസ് സംഗതികളും നോക്കുന്നത് മകനാണ്, രോഹിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോൾ UAE നിന്നാണ് ഇപ്പോൾ ഈ പൈസയുടെ സോഴ്സ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലോക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ റോയ് പോയാലും മകന് ലോക്ക് വീഴാനുള്ള എല്ലാ സാധ്യതയും ഞാൻ പേഴ്സണലി കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനിടയിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത അതിനകത്തൊരു IAS ഓഫീസറുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞിങ്ങനെ തൊട്ടും തൊടാതെയും പോയിരുന്നു. ഈ IT അന്വേഷണത്തിനിടയിൽ സോഴ്സ് നോക്കുന്ന സമയത്ത് കോലാറിലുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ 45 ഏക്കർ സ്ഥലം ഓൾറെഡി ഈ പോലീസ് ഓഫീസർ, അന്ന് IAS ഓഫീസർ, അദ്ദേഹം ഈ സ്ഥലം ഗവൺമെൻറ് വെട്ടിച്ച് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എടുത്തതാന്നുള്ള ഒരു സംഗതി കണ്ടുപിടിച്ച് അത് മുകളിലെ അതോറിറ്റീസിനെല്ലാം അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. മേ ബി കോൺഗ്രസ് സർക്കാരിന് അകത്തുള്ള ചിലപ്പോൾ പാർട്ടിക്കാർ തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ള ഫണ്ട് കൊടുത്തിരിക്കാം. ബട്ട് സ്റ്റിൽ അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, കോലാറിലുള്ള ഈ 45 ഏക്കർ സ്ഥലം മേ ബി ഇത് ക്ലാരിറ്റി ലേശം കുറവാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ഊഹം പറയുകയാണ്, ഈ സ്ഥലം അവർ കൊടുത്തിരിക്കാം. ഓക്കെ, ഈ സ്ഥലം കൊടുത്തതിൻ്റെ പൈസ കൂടി ഇവർ UAEയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോഴ്സ് ഭയങ്കര സീനായിരിക്കും. മനസ്സിലായോ? ഓൾറെഡി ഇവിടെ കോംപ്ലിക്കേഷനിൽ കിടക്കുന്നൊരു സ്ഥലം, ഇവിടെ ലീഗലി ഇഷ്യൂസ് ഉള്ളൊരു സ്ഥലം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ വലിയ പേരുകളൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ. അതായത് നേതാക്കന്മാരുടെ പേര് വരെ വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ടൈമാണ് ഈ IT റൈഡ്. അങ്ങനെയാണെങ്കിൽ CJ റോയ് ഇവരുടെ ഒന്നും പേര് വരാതിരിക്കാൻ വേണ്ടി സ്വയം ഇല്ലാതായതാവാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്, ഭയങ്കരമായ ചാൻസ് അതിനും കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വേറൊരു ലൈനാണ്, വേറൊരു സ്റ്റോറി ലൈനാണ് ഈ CJ റോയുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നോക്കാനുള്ള ഒരു സംഗതി. ഇനി ഈ സീറോ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗതി ഇങ്ങനെ വളരെ കൺവിൻസിംഗ് ആയി പറയുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ വയ്ക്കാം. And execution. Your product might change. Your product could be, for example, what we do could be real estate. ಇಲ್ಲ ದಿಸ್ ಫಿಲ್ಮ್ ಇಂಡಸ್ಟ್ರಿನೂ ಆಗಿರ್ಬೋದು, ಇಲ್ಲ ಹಾಸ್ಪಿಟಾಲಿಟಿ ಆಗಿರ್ಬೋದು, ಇಲ್ಲ ಗಾಲ್ಫ್ ಕೋರ್ಸ್ ಆಗಿರ್ಬೋದು. ಇದು ಏನೇ ಆಗಲಿ, ಇಫ್ ಯು ಹ್ಯಾವ್ ಯುವರ್ ಬಿಸ್ನೆಸ್ ಫ್ರೇಮ್ವರ್ಕ್ ಕರೆಕ್ಟ್ಲಿ, ಇಫ್ ಯು ಮ್ಯಾನೇಜ್ ಯುವರ್ ಫಿನಾನ್ಸಸ್ ಕರೆಕ್ಟ್ಲಿ, products can change, but still you can do all of these businesses. So what we follow is that we make a good framework for the business discipline and follow that discipline in all that we do. So one of the biggest discipline we do is that we are a zero debt company. What does it mean, zero debt? And we don't leverage any loan. So the company does not have extra burden of repayment and interest. ಬಡ್ಡಿ ಕಟ್ಟೋದು ಈಸಿ ಅಲ್ಲ, ಆಮೇಲೆ ಆ ಪ್ರಿನ್ಸಿಪಲ್ ವಾಪಸ್ ಕೊಡಬೇಕಲ್ಲ, ಅದು ಈಸಿ ಅಲ್ಲ. ಲಾಟ್ ಆಫ್ ಪೀಪಲ್ ಥಿಂಕ್ ದಟ್ ಎನಿ ಫಂಡಿಂಗ್ ಈಸ್ ಫ್ರೀ ಅಂತ. ದೇರ್ ಇಸ್ ನೋ ಫ್ರೀ ಮೀಲ್. ಸೊ ವಿ ಹ್ಯಾವ್ ಎ ಡಿಸಿಪ್ಲಿನ್ ದಟ್ ಎನಿ ಬಿಸ್ನೆಸ್ ದಟ್ ವಿ ಡೂ, we don't take any sort of loans in that business. So basically what happens is that if you look at the real estate project, why we have never taken any construction funding or project funding is for one reason, is that we sell dreams to customers. It's a dream. So on a dream, if you have external borrowing and funding, it becomes difficult to deliver the dream. So that is the logic that we follow, and that is the logic that we continue, so that none of our real estate project we have gone for a project funding or project loan. So what we do is that we make sure that these we don't pledge our property and take loan, and we don't take construction loan. So every industry goes through a recession. Correct. Whether it's real estate, whether it's automobile, whether it is consumer, FMCG, goes through ups and downs. So if you don't have loan repayment, your success rate is much higher than a company which has got debt on the company. So this is our logic.
So we try to have an internal accruals to manage our fund flow and to manage our expansions. ഓക്കെ, ഇതാണ് ഇവരുടെ സീറോ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് CJ റോയ് പറയുന്നത്. അതായത് അവർ എവിടെയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊജക്റ്റിലും അവർ ലോൺ എടുത്തിട്ടില്ല, ഒന്നിനും ലോൺ എടുത്തിട്ടില്ല. ലാൻഡ് വാങ്ങാനാണെങ്കിലും പ്രൊജക്റ്റ് മുന്നോട്ട് പോകാനാണെങ്കിലും ഒന്നിനും അവർക്ക് ലോൺ ഇല്ല. കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റീപേയ്മെൻറ്റ് ഇഷ്യൂ ആണ്, പിന്നെ റിസഷൻ വരുന്ന സമയത്ത് വീണ്ടും പണി കിട്ടും, അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നുള്ളൊരു ചോദ്യം നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേക്കറി ബിസിനസ്സിലുള്ള അച്ഛനും അമ്മയുള്ള ഒരു വ്യക്തി HP വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. HP വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള എൻ്റെ കണക്ഷൻസ് വെച്ച് ചോദിക്കുന്ന സമയത്ത് പലർക്കും സംശയമാണ്. HP ഏത് കൊല്ലം, ഏത് HP എവിടെ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. ഓക്കെ, അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഇപ്പം HP ഒരു ഇത് പറയുന്നു, പിന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പറയുന്നു, ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ കോൺഫിഡൻറ്റിൻ്റെ ഒരു വളർച്ച ഡെഫിനറ്റ്ലി. അപ്പോൾ ഇനീഷ്യൽ ഫണ്ട് കംസ് ഫ്രം ദിസ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ആൻഡ് അവിടെയുള്ള സെറ്റപ്പ് പരിപാടിയിൽ നിന്നാണ് അതിൻ്റെ ഇനീഷ്യൽ ഫണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം, ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഫണ്ടുകളെല്ലാം കറക്റ്റ് ഫണ്ടുകളായിരുന്നോ, എല്ലാം വൈറ്റ് ആയിരുന്നോ, അവിടെ ഉടായ്പകളില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. കെൽട്രോണിൽ ജോലി ചെയ്ത് അവിടുന്ന് ജോലി രാജിവെച്ച് വന്ന നമ്പൂതിരീൻ്റെ പാസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ഫെഡറിക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വേറെ അതിനകത്തുണ്ട്. ഓക്കെ, അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് എന്താ അറിയോ, ബേസിക് സോഴ്സ് എവിടുന്നാന്നുള്ളൊരു ചോദ്യം എപ്പോഴും, ഫണ്ടിൻ്റെ സോഴ്സ് എവിടുന്നാന്നുള്ള ചോദ്യം വരും. ഇപ്പോൾ ലോൺ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ലോൺ എടുത്ത് തുടങ്ങിയ പ്രൊജക്റ്റാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. ഇത് അതിന് പകരം എനിക്കിങ്ങനൊരു ഫണ്ടർ ഉണ്ട്, ആ ഫണ്ടറിൻ്റെ ഫണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഒരു ഫണ്ടർ CJ റോയിൻ്റെ അടുത്ത് പോകുകയെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു കരാറ് കാണുക, അങ്ങനെ വേണമല്ലോ. അല്ലാതെ ഒരു ട്രസ്റ്റിന്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിൻ്റെ മുകളിൽ ചെയ്യുന്ന പരിപാടി. അവിടുന്ന് കരാറുണ്ട് തോന്നുന്നില്ല. ഒരു MOU ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരു ലീഗൽ കരാറൊന്നും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇയാൾ എടുക്കുന്ന റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു 1000 കോടീൻ്റെ ഒരു പ്രൊജക്റ്റ് ഇയാൾക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന ഏതെങ്കിലും ഒരു 1-2 ടീമുകൾ ഒരു 500 കൊടുത്തു. ഇയാളെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എവിടുന്നൊന്നും ഇല്ലാതെ പൈസ വരുന്നു. ഓക്കെ, പ്രോഫിറ്റ് അവർക്ക് കൊടുക്കണ്ട, ഇത് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി, ഈ കിട്ടിയ എമൗണ്ട് മാറ്റി കൊടുത്താൽ മതി, ബാക്കി പ്രോഫിറ്റ്സ് ഒക്കെ ഇയാളുടെ കമ്പനിക്ക് തന്നെ വെക്കുന്നു. ഇങ്ങനെയായിരിക്കാം. അപ്പം എന്താണെങ്കിലും ഈ ഇല്ലീഗലായിട്ടുള്ള ക്യാപിറ്റൽ, അതിൻ്റെ സോഴ്സ് ഇത് തന്നെയാണ് CJ റോയ്ക്ക് പണി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മേ ബി ഇയാൾക്ക് വരുന്ന ഇൻ്റർനെറ്റ് കോൾസ്, ഇയാൾക്ക് വരുന്ന ബാക്കി സീനുകൾ അങ്ങനെയുണ്ട് കേട്ടോ. ഇതിനകത്ത് CJ റോയിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്ത സമയത്ത് ഡ്രൈവർ ഇതിനകത്ത് CJ റോയ് ഭയങ്കര പ്ലസൻ്റായിട്ട് കണ്ടു, CJ റോയ്ക്ക് വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, CJ റോയ് വളരെ ഓക്കെ ആയിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്. പിന്നെ വരുന്ന സമയത്ത് അതുമുണ്ട്, CJ റോയ് കുറച്ച് കാലമായിട്ട് അവരുടെ കോർമംഗലുള്ള വീട് റിനോവേഷൻ ആയതുകൊണ്ട് തന്നെ പല ഹോട്ടൽസിലായിട്ടാണ് നിന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ. ദിവസം ഒരു റിറ്റ്സ് കാർട്ടനാണ് കൂടുതലായിട്ട് സെലക്ട് ചെയ്തത് തോന്നുന്നു. അവിടുത്തെ പാർട്ടീസൊക്കെയാണ് അങ്ങേർക്ക് ഇഷ്ടം എന്നാണ് പറഞ്ഞു കേട്ടത്. സോ അങ്ങനെ പല ഹോട്ടൽസിലായിട്ടാണ് അങ്ങേര് നിന്നിട്ടുള്ളത്. അങ്ങനെ നിന്ന സമയത്തൊക്കെ അവിടെ ആരൊക്കെ വിസിറ്റേഴ്സ് വന്നു ആ ഹോട്ടൽസിൽ, ഓക്കെ, ആ ഹോട്ടൽസിൽ ആരൊക്കെ വിസിറ്റേഴ്സ് വന്നു, ആർക്കൊക്കെ വേണ്ടി റൂം ബുക്ക് ചെയ്തു, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോഴ്സ് എടുക്കാനും അത് ആരൊക്കെ വിളിച്ചു എന്ന് എടുക്കാനൊക്കെ വളരെ പാടായിരിക്കും. ഇനിയിപ്പോൾ SIT വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഹയർ എൻഡ് കാറുകൾക്കകത്തും ഡാഷ് ക്യാം ഉണ്ടല്ലോ, ഈ ഡാഷ് ക്യാമിനകത്ത് മറ്റേ വോയിസ് റെക്കോർഡറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ലൗഡ് സ്പീക്കറൊക്കെ ഇട്ട് വർത്താനം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ കേൾക്കുമായിരിക്കും. അല്ലാത്ത പക്ഷേ അങ്ങോട്ട് കൊടുക്കുന്ന ഉത്തരങ്ങളൊക്കെ മാത്രമേ കേൾക്കൂ. അങ്ങനെ ഉടായ്പ വഴികളിലൂടെ SIT പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും തുമ്പോ ആരൊക്കെ കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നത്. വണ്ടിയിൽ നിന്നൊക്കെ വർത്താനം പറയുകയാണെങ്കിൽ കിട്ടും ആരോടെങ്കിലും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഇൻ്റർനെറ്റ് കോൾസ് എങ്ങനെ ട്രാക്ക് ചെയ്തെടുക്കും, അവരുടെ IP എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ ഒരു സീനാണ്. എന്താണ് ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് ക്ലിപ്പ് കൂടി ഞാൻ വെക്കാം. റോയുടെ ഡ്രൈവറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അത് അദ്ദേഹം ദുബായിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്ന ദിവസത്തെ കാര്യങ്ങളായിരുന്നു ഈ ഡ്രൈവറോട് ചോദിച്ചറിഞ്ഞത്. അദ്ദേഹം SIT സംഘത്തിന് നൽകിയ മൊഴി അനുസരിച്ച് അദ്ദേഹം വരുന്ന സമയത്ത് വലിയ സന്തോഷവാനായിരുന്നു. മറ്റ് ടെൻഷൻ ഉണ്ടായതായോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ടോ ഒന്നും തോന്നിയില്ല. അദ്ദേഹം 2 ലഗേജുമായിട്ടാണ് വന്നിരുന്നത്. അതിൽ ഏകദേശം 200 ജോഡി വസ്ത്രങ്ങളും 10 ബ്രാൻഡഡ് ഷൂകളും ഉണ്ടായിരുന്നു. 2 ബാഗുകളിലായി 2 ലക്ഷറി കാറുകളാണ് എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്.
ഒന്നിൽ ഈ ലഗേജുകൾ വെക്കുകയും മറ്റൊന്നിൽ അദ്ദേഹം ഹോട്ടലിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ തന്നെ ഒരു ഹോട്ടലിലേക്കാണ് ഈ ഡ്രൈവർ ഇറക്കി വിട്ടത്. ഈ ബംഗളൂരുവിലെ വീട്ട് റിനോവേഷൻ നടക്കുന്നതിനാൽ അദ്ദേഹം സ്വകാര്യ ഹോട്ടലുകളിലാണ് കുറച്ച് നാളുകളായി താമസിച്ചുകൊണ്ടിരുന്നത്. കുടുംബം ദുബായിലാണ് താമസിക്കുന്നത്. അതിൽ ദിവസ വാടകയായി 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ആ ഹോട്ടലിൽ അദ്ദേഹം ബില്ലടച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിലെത്തിയ അന്വേഷണ സംഘം അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹോട്ടലിലെ ചില ബുക്കുകളും, അതായത് അദ്ദേഹത്തെ കാണാൻ ആരൊക്കെയാണ് വന്നത്, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അദ്ദേഹം താമസിച്ച കാലയളവിൽ അദ്ദേഹത്തെ കാണാൻ ആരൊക്കെ വന്നു, അതിൻ്റെ ഈ ഹോട്ടലിലെ ബുക്കും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ഹാജരാക്കണമെന്ന് ഹോട്ടൽ ഉടമകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, ഈ റൂം പേയ്മെന്റിലെ വിവരങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി അദ്ദേഹം റൂം എടുത്ത് നൽകിയിരുന്നു. അതോ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവിടെ താമസിച്ചത്, വന്നവർ എത്ര ദിവസത്തേക്കാണ് വന്ന് അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചത്, അതോ ചെറിയൊരു സന്ദർശകർ മാത്രമായിരുന്നു, ഇതെല്ലാം SIT സംഘത്തിന് വിശദമായി അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റോയുടെ ഫോൺ കോളുകൾ SIT സംഘം പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നും ഈ ഇന്റർനെറ്റ് കോൾ ഒരുപാട് അദ്ദേഹം ചെയ്തിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ അത് നമുക്കറിയാം, സാധാരണ ഇന്റർനെറ്റ് കോളുകൾ ആരെയാണ് വിളിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അതിന്റെ IP അഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കം, അതായത് ഈ സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം റോയി വിളിച്ച കോളുകൾ, ഈ ഇന്റർനെറ്റ് കോളുകളിലെ IP അഡ്രസ്സുകൾ ഒന്ന് കണ്ടെത്തി തരുന്നതിന് വേണ്ടിയിട്ട് ഈ സഹായം തേടിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് ആ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി നടക്കുക. ആരെയാണ് അദ്ദേഹം ഇന്റർനെറ്റ് കോൾ വഴി വിളിച്ചതെന്ന് അറിയേണ്ടതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. കുടുംബത്തോടും SIT സംഘം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട രേഖകൾ, വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടോ, ഇതെല്ലാം തന്നെ SIT സംഘത്തിന് മുന്നിൽ ഹാജരാക്കുവാനും കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ രേഖകൾ സമർപ്പിക്കുവാനും കുടുംബത്തോട് SIT സംഘം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത്. കേട്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ സംശയങ്ങളും ഇതിനകത്ത് കുറെ കിടപ്പുണ്ട്. ഇനി വേറൊരു സംശയമുള്ളത്, മതപരമായിട്ട് മതം ബെൽറ്റിൽ കിടക്കുന്ന കുറേ പൈസകളുണ്ട്. അത് ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യനിലാണെന്നുണ്ടെങ്കിലും മുസ്ലിമിലാണെന്നുണ്ടെങ്കിലും മതപരമായിട്ട് കിടക്കുന്ന ഈ ചാരിറ്റിയുടെ പേരിൽ മുക്കി വെളുപ്പിച്ച് വരുന്ന അല്ലെങ്കിൽ മുക്കാൻ വരുന്ന കുറേ പൈസകളുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഫണ്ടുകൾ മതപരമായിട്ടുള്ള ചാനലിലൂടെ ഈ വ്യക്തിയിലേക്ക് എത്തിയോ എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ അന്വേഷണം വേണം. ഈ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ ആക്ടിവിറ്റീസിൻ്റെ പിന്നിലും ചാരിറ്റിയോ മതപരമായിട്ട് വരുന്നതായിട്ടുള്ള ഈ സംഗതികൾ, ഈ ഫണ്ടിൻ്റെ ഒരു ബാക്കപ്പ് എന്താണെങ്കിലും കാണുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയം വരെ പിടിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഇതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ് സാധനമാണത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇയാൾക്ക് ഇത്ര പ്രഷർ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഏതോ 1-2 സിനിമാക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ, നോ, a group of people, a group of high profile, highly influential, highly dangerous ആയിട്ടുള്ള ആളുകളുടെ പൈസയാണ് ഈ വ്യക്തി എടുത്ത് തിരിച്ചിട്ടുള്ളത്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സിനേക്കാൾ വലുത് ആ വ്യക്തികളുടെ പേര് പുറത്തു വരരുത് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ആവശ്യം. CJ റോയ് ഇല്ലാതായ ആ പേരുകൾ നാളെ ഇല്ല. ഓക്കെ, CJ റോയ് ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് ഇത് ഫാമിലിക്ക് മനസ്സിലാവുന്നു, ആ പേരുകൾ പുറത്ത് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ലെറ്റ് സി, വരും ദിവസങ്ങളിൽ എന്തൊക്കെ പുറത്തു വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ സൈക്യാട്രിസ്റ്റിനെ കണ്ട കാര്യം SIT ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് ലെറ്റ്സ് വാച്ച് ഇൻ കമ്മിങ് ഡേയ്സ്.